വയനാട് അപ്പപ്പാറ കൊലപാതകം, അതിൽ കൊലപാതകത്തിൽ പ്രതി എന്ന് സംശയിക്കുന്നയാളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. കൊല്ലപ്പെട്ട പ്രവീണയുടെ സുഹൃത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ദിലീഷ്. പ്രവീണയുടെ ഇളയ മകൾ അഭിനയെയും ദിലീഷിനൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. സമീപത്തെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇരുവരും. അഭിനയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു ദിലീഷ്. നമുക്ക് ആ പിടികൂടിയതിനു ശേഷമുള്ള ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. ആദ്യം അത് കേൾക്കാം. എന്റെ കുടുംബം എല്ലാം പോയി. അയൽവാസി വിളിച്ചിട്ടാണ്, നമ്മളൊരു ഫ്രണ്ടാണ് ഇവരെ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ അവിടെ മകളുണ്ടായിരുന്നു, മൂപ്പരെ വെട്ടേറ്റിയ മകൾ. അവൾ പറഞ്ഞത് കുട്ടീനെ ഞാൻ ബാത്റൂമിൻ്റെ സൈഡിലാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്, അമ്മക്ക് നല്ല വെട്ടേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഇട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നീട് നമ്മൾ അങ്ങോട്ട് ആ കുട്ടീനോട് സൈഡിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റ് മറ്റേ നമ്മളെ ഈ പീസ് ഊരിക്കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ മൂപ്പരെ കണ്ടിട്ടില്ല, നമ്മൾ നോക്കിയിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു മൂപ്പര്. പക്ഷെ നമുക്ക് പേടികൊണ്ട് നമ്മൾ അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഏത് കോലത്തിലാണ് മൂപ്പരുള്ളതെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോയിരുന്നു. എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ കുറച്ച് ആൾക്കാരെല്ലാം കൂടി പിന്നെ ചെക്ക് ചെയ്യുന്നതിനും ആരുമില്ല. വിട്ടുകൊണ്ടിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു അവിടെ വീട്ടിൽ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ നാട്ടുകാരൊക്കെ വിളിച്ച് വരുത്തി. പിന്നെ വേറെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നാട്ടുകാരൊക്കെ വീട്ടിൽ വിളിച്ച് വരുത്തി. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ട് സംഭവ സ്ഥലത്തേക്ക് വന്നു. ഇവിടേക്ക് വന്നു. ദിലീഷില്ല, ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒരുമിച്ച് കൂടി നോക്കിയായിരുന്നു. എം കമലാണ് വയനാട്ടിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളും പ്രതികരണങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. കമൽ, ആശങ്കപ്പെടുത്തുന്ന വിവരമാണ്. ഈ 9 വയസ്സുകാരിക്ക് വേണ്ടി വ്യാപകമായി തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം പ്രതിക്ക് വേണ്ടിയും. ഈ പ്രതി തട്ടിക്കൊണ്ടുപോയതാണ് എന്ന സൂചന ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു പോലീസിന്. ഈ ആദ്യം അറിയേണ്ടത് ഈ 9 വയസ്സുകാരിയുടെ ആരോഗ്യനില എങ്ങനെയാണ് കമൽ? ആര്യ, ഈ 9 വയസ്സുള്ള കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. കുട്ടി അല്പം ഭയന്ന അവസ്ഥയിലായിരുന്നു. സ്വാഭാവികമായും അമ്മയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, സഹോദരിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. കൂടെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഒരാൾ തന്നെയാണ് ഈ ആക്രമണം നടത്തുന്നത്. അയാൾ തന്നെ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു, ഒപ്പം പിടിച്ചു വെക്കുന്നു. ഈ മൂത്ത മകൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇളയ മകൾ ഒരുപക്ഷെ അയാളുടെ കൂടെ ഉണ്ടാകും, അയാൾക്ക് ചെറിയ കുട്ടിയോട് ഇഷ്ടമാണ്, അവളോട് കാര്യമാണ്, അതുകൊണ്ട് ഉപദ്രവിക്കില്ല, കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതായി ചില നാട്ടുകാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്തായാലും ഈ കുട്ടിയെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സമീപത്തെ ഒരു തോട്ടത്തിലെ ഒഴിഞ്ഞ കെട്ടിടത്തിന്റെ സമീപത്താണ് ഇവരെ പോലീസ് കണ്ടെത്തിയത്. ഇയാൾ ആ കെട്ടിടത്തിന്റെ ചിമ്മിനിയുടെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു പോലീസ് പോകുമ്പോൾ. കുട്ടിയെ ആദ്യം പോലീസ് കൂടെ കൂട്ടി, അതിനുശേഷമാണ് ഇയാളെ താഴെ ഇറക്കി കസ്റ്റഡിയിൽ എടുത്തത്. എന്തായാലും ഇയാൾ തന്നെയാണ് കൃത്യം നടത്തിയത് എന്ന അനുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. മറ്റൊരു സാധ്യതയുമില്ല. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. തിരുനെല്ലിക്കടുത്ത് അപ്പപ്പാറ വാഗേരി എന്ന സ്ഥലത്തെ ഒരു തോട്ടത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ തോട്ടം നോക്കാനായി ഇവരെ ഏൽപ്പിച്ചതായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇവർക്ക് നാട്ടുകാരുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇവർ അവിടെ താമസത്തിനെത്തിയത്. ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ടായിരുന്നു. കാട്ടാനയൊക്കെ ഇറങ്ങുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഗേറ്റും ഉണ്ടായിരുന്നു. അവിടുത്തെ ആശാവർക്കർ നമ്മളോട് പറഞ്ഞത് 2 തവണ പോയെങ്കിലും ഈ ഫെൻസിങ്ങും ഗേറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അകത്ത് കയറാനോ അവരെ പരിചയപ്പെടാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ പ്രവീണ നേരത്തെ വിവാഹിതയായിരുന്നു. അതിലുള്ളതാണ് ഈ 2 മക്കൾ. പിന്നീട് ആ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറി ഈ ദിലീഷ് കൊണ്ടുവരുന്ന സമയത്ത് ദിലീഷ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. എന്റെ കുടുംബം നശിപ്പിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണ് ദിലീഷ് പറയുന്ന കാര്യങ്ങൾ? അതെന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവമോ അല്ലെങ്കിൽ ദിലീഷിന് മുൻപ് ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഇതൊന്നും ആ നാട്ടുകാർക്കൊന്നും ഒരു വ്യക്തതയുമില്ല. കാരണം ആളുകൾക്ക് ആർക്കും, പ്രദേശവാസികൾക്ക് പലർക്കും ഇവരുടെ പേര് പോലും അറിയില്ല. അത്രയും ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ഇവർ അവിടെ താമസിച്ചിരുന്നത്. ആ നാട്ടുകാരല്ല, പ്രവീണ കുറച്ചപ്പുറത്ത് കാട്ടിക്കുളം അടുത്തുള്ള ഒരു സ്ഥലത്തെ ആളാണ്. പക്ഷേ ദിലീഷ് മറ്റേതോ നാട്ടിൽ നിന്നുള്ള ആളാണ് എന്നൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. ആരുമായും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. പ്രവീണ നേരത്തെയുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തി 2 കുട്ടികളുണ്ട്, ഇയാൾക്കൊപ്പം താമസിച്ചു വരുന്നു. ദിലീഷിന്റെ ഒരു പശ്ചാത്തലം എന്താണ് എന്നതിനെക്കുറിച്ച് നാട്ടുകാർക്കോ അല്ലെങ്കിൽ അയൽവാസികൾക്കോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ് പറയുന്നത് എന്നും അറിയില്ല. ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്നൊക്കെ ചില സംശയങ്ങൾ സമീപവാസികൾ പറയുന്നുണ്ട്. അതിലും ഒരു സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഇത് വരികയാണെന്നാണ് അറിയാൻ കഴിയുന്നത് പ്രദേശവാസികളുടെ പ്രതികരണത്തിൽ നിന്ന്. പിന്നെ ഏത് സമയത്താണ് ഇവർ ഇങ്ങനെ ഒരു തർക്കത്തിലേക്കും ഈ കൊലപാതകത്തിലേക്കും ഒക്കെ നയിക്കാനുള്ള കാരണം എന്താണ് കമൽ?
ഒരു വ്യക്തത ഈ സമയത്തും ഇല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ സമീപവാസികൾക്കോ അല്ലെങ്കിൽ ആർക്കും ഇവരുടെ ഈ പശ്ചാത്തലമോ ഇവരുടെ ജീവിതത്തെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. മറ്റാരോ ആണ് ഈ തോട്ടമുടമയോട് പറഞ്ഞ് തോട്ടം നോക്കാൻ എന്ന രീതിയിൽ ഇവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. അതും സമീപവാസികൾക്ക് കൃത്യമായി അറിയില്ലായിരുന്നു ആരാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ. എന്തായാലും ഇന്നലെ ഈ നടന്നതിന് ശേഷം, കൊലപാതകം നടന്നതിന് ശേഷമാണ് മൂത്ത കുട്ടി ഓടി അടുത്ത വീട്ടിൽ പോയി ഇങ്ങനെ വീട്ടിൽ പ്രശ്നം നടക്കുന്നു, അമ്മയ്ക്ക് വെട്ടേറ്റു എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ആളുകളൊക്കെ ഓടിക്കൂടുന്നത്. ഇവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാറുള്ളതായി ഒന്നും നാട്ടുകാർക്കറിയില്ല. എന്തായാലും പരസ്യമായി ഒരു ബഹളമോ അല്ലെങ്കിൽ പ്രശ്നമോ ആരും കേട്ടതായി പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതൊക്കെ പോലീസിന്റെ തുടരന്വേഷണത്തിലും മൂത്ത കുഞ്ഞിന്റെ മൊഴിയിൽ നിന്നുമൊക്കെയായി മൂത്ത കുട്ടിയുടെ ഇടപെടലാണ് ഒരു പക്ഷേ ചെറിയ മകളുടെയും മൂത്ത മകളുടെയും ഒരു ജീവൻ രക്ഷിക്കാൻ വഴിവെച്ചത്. മൂത്ത മകൾക്ക് കഴുത്തിന് പരിക്കുണ്ട്, ചെവിക്ക് പരിക്കുണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് കമൽ? എന്റെ കുടുംബം എല്ലാം ആ കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടാനില്ല എന്നുള്ളതാണ് ഈ സമയത്തും നമുക്ക് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴുത്തിനും ചെവിക്കും വെട്ടേറ്റിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞ് തന്നെയാണ് അടുത്ത വീട്ടിലേക്കൊക്കെ ഓടിപ്പോയത്. ചെറിയ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ഈ പ്രതി മുതിർന്നിട്ടുമില്ല. കുട്ടിയെ പിടിച്ചുവെച്ചു, രാത്രി കുട്ടിയെ കൂടെ കൊണ്ടുപോയി ആ ഒളിവിൽ കഴിഞ്ഞ വീട്ടിൽ പിടിച്ചുവെച്ചു എന്നുള്ളതൊഴിച്ചാൽ മറ്റേതെങ്കിലും രീതിയിൽ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളതായി സൂചനയില്ല. കുട്ടി വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ പ്രവീണയുടെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകുമോ കമൽ? രാവിലെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ വളരെ വൈകി ആണ് പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടം എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാകും.